ഹായ് ഓൾ, സൈലത്തിന്റെ ഓൺലൈൻ ബാച്ചിൽ പഠിച്ച് ഇപ്പോൾ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ നേടിയ ഒരാൾ നമ്മുടെ അടുത്ത് ഇരിപ്പുണ്ട്. വളരെയധികം ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്റ്റോറി നിങ്ങളുമായി ഷെയർ ചെയ്യാൻ. സോ ഹായ് ശരത്. ഹായ് സാർ. യെസ്. സോ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ എത്തി അല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം? എങ്ങനെയുണ്ട് പുതിയ കോളേജ്? കോളേജ് അടിപൊളിയാണ്. ഇപ്പോ ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് ഏതാണ്ട് ഒരു 1 മന്തോടെ അടുക്കുന്നു. ഗുഡ് ഗോയിങ്. ശരത് ഇൻസ്പയറിംഗ് ആണെന്ന് പറയുന്നതിന്റെ ഒരു റീസൺ ഞാൻ പറയാം. ശരത്തിന് അത്യാവശ്യം ഒരു ഗ്യാപ്പ് ഇയർ വന്നിട്ടുണ്ടായിരുന്നു. ശരത്ത് ഹോമിയോ മെഡിസിൻ കഴിഞ്ഞതിന് ശേഷമാണ് നീറ്റിന്റെ പ്രിപ്പറേഷൻ ജേണലിലേക്ക് വരുന്നത്. സോ എങ്ങനെയായിരുന്നു? അപ്പൊ നല്ലൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. നമുക്കാണെങ്കിലും ഒരു ഇത്രയും ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി സബ്ജക്റ്റിനെ ഒന്ന് നേരിടേണ്ട ഒരു സമയം, കംപ്ലീറ്റ്ലി ഡിഫറെന്റ് സബ്ജക്റ്റിന് പിന്നെ ഇതിലേക്ക് വരുമ്പോൾ ഉണ്ടായ ആ ഒരു ബുദ്ധിമുട്ടിനെ എങ്ങനെ ഫേസ് ചെയ്തു? +2 കഴിഞ്ഞതിന് ശേഷം ബാക്കി സ്റ്റുഡൻസിനെ പോലെ അല്ല, കുറച്ചൊരു ഗ്യാപ്പ് എനിക്ക് വന്നു. അപ്പോൾ ഞാനും ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് തോന്നിയ സമയത്ത് ബാക്കിയുള്ള കുട്ടികളെ പോലെ അല്ല, പ്രത്യേകിച്ച് ഇങ്ങനത്തെ കാൽക്കുലേഷൻ കാര്യങ്ങളൊക്കെ ഞാൻ വീണ്ടും റീഫ്രെയിം ചെയ്ത് വരണം. +2 വിട്ടതാണ്, പ്രത്യേകിച്ച് ഫിസിക്സ്, കെമിസ്ട്രി. ബയോളജി പിന്നെ നമുക്ക് അറിയാം, പക്ഷെ ഫിസിക്സ്, കെമിസ്ട്രി എങ്ങനെ ആ പ്രോബ്ലം ഇത് ചെയ്ത് നോക്കിയപ്പോഴാണ് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ ജോയിൻ ചെയ്താൽ മാത്രമാണ് എനിക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലാണ്ട് ഞാൻ സെൽഫ് സ്റ്റഡി പഠിച്ചതുകൊണ്ട് ഒരിക്കലും നല്ലൊരു സ്കോറിലോട്ട് എത്താൻ പറ്റില്ല. അപ്പൊ അങ്ങനെ നോക്കിയ സമയത്താണ് എനിക്ക് സൈലത്തിലൊന്ന് ജോയിൻ ചെയ്യാ എന്ന് തോന്നിയത്. പിന്നെ അതിന്റെ കുറെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ ടീച്ചേഴ്സും സ്റ്റുഡൻസും തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ എനിക്ക് ഭയങ്കര എക്സൈറ്റ് ആയി തോന്നിയിട്ടുണ്ട്. കംഫർട്ടബിൾ ആയിരുന്നു. പിന്നെ എനിക്ക് ഇനി വീണ്ടും ഒരു ക്ലാസ് റൂമിൽ പോകാൻ ഒരു മടിയുള്ളതുകൊണ്ടാണ് ഞാൻ ഓൺലൈനായിട്ട് ചൂസ് ചെയ്തത്. പിന്നെ വീട്ടിലാണെങ്കിലും പാരന്റ്സ് നല്ല രീതിയിൽ സപ്പോർട്ടായിരുന്നു. അപ്പൊ ഓൺലൈൻ എടുത്തിട്ട് പോലും എനിക്ക് ഒരു ബോർ ഫീൽ ചെയ്തിട്ടില്ല. ഓൺലൈൻ ക്ലാസ് ആയിട്ട് പോലും ഏതാണ്ട് ഒരു വൈകുന്നേരം വരെ ഒക്കെ, അതിനുശേഷം മെന്റിവാർ. അപ്പൊ ഒരു ഫുൾ ഡേ പാക്കേജ് ആണ്. അത്രയും നേരം സ്ക്രീൻ ടൈം നോക്കിയിട്ടോ അല്ലെങ്കിൽ ആയിട്ട് പോലും നമുക്കൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തില്ല. അത് എസ്പെഷ്യലി സൈലത്തിലെ ടീച്ചേഴ്സിന്റെ ആ ഒരു ഇന്ററാക്ഷൻ എടുത്ത് പറയേണ്ടതാണ്. അങ്ങനെ ഒരു ബ്രദർലി ഫീലിംഗ് ആ. പിന്നെ കുറെ ക്ലാസ് ആണെങ്കിലും ക്ലാസ്സിന് ശേഷം കോമഡീസ്, ഇപ്പൊ രാത്രി മെന്റിവാറൊക്കെ വരുന്ന സമയത്തൊക്കെ നമുക്ക് തോന്നും റിലാക്സ്. അതെ, അതിന്റെ പർപ്പസ് തന്നെ ചിലപ്പോ അതായിരിക്കാം. അപ്പൊ കംപ്ലീറ്റ്ലി വേറെ എന്റർടൈൻമെന്റ് കാണാൻ വേറൊരു സ്ഥലത്ത് നമ്മള് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു അന്തരീക്ഷമേ ആയിരിക്കും. നമ്മളിപ്പോ എൻട്രൻസിലേക്ക് വരുന്നു, അത്യാവശ്യമായിട്ട് ഇങ്ങനെ പേടിച്ച് നിൽക്കുന്നതിൽ നിന്ന് മാറി ഒരു അറ്റ്മോസ്ഫിയർ ചേഞ്ച് ഭയങ്കര ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അല്ലെ? ഭയങ്കര ഹെൽപ്പ് ചെയ്തു. അപ്പൊ അതും മാത്രമല്ല, ടീച്ചേഴ്സ് എനിക്ക് തോന്നുന്നു സംസാരിക്കാൻ കുറച്ചുകൂടി ആക്സസിബിൾ ആയിരുന്നു. അപ്പൊ ക്ലാസ്സിൽ ഡൗട്ട് ചോദിക്കാം. അതിനുശേഷം ഞാൻ ഇൻസ്റ്റയിൽ കുറെ ടീച്ചേഴ്സിനെ, എനിക്ക് ഒരു ഗ്യാപ്പ് ഉള്ള ഒരു ഇൻസെക്യൂരിറ്റി ഉള്ളതുകൊണ്ട് ഇത് എങ്ങനെയും റെഡി ആക്കി എടുക്കണമല്ലോ. പക്ഷെ അവരൊക്കെ ഓൺ ദ സ്പോട്ട് എനിക്ക് ചെയ്യുന്നുണ്ട്. എൻ സാറാണെങ്കിലും ജാഗ്രത സാറാണെങ്കിലും ഒക്കെ ഓൺ ദ സ്പോട്ട് റിപ്ലൈ തന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് തോന്നുന്നു ഒരു സ്കോറിലോട്ട് എത്താൻ പറ്റിയത്. എസ്പെഷ്യലി ഫിസിക്സ് ഒക്കെ നല്ല രീതിയിൽ. അപ്പോ ആപ്പിലാണെങ്കിൽ ലൈവ് വീഡിയോസ് ഉണ്ട്, അതല്ലാതെ പേൾ വീഡിയോസ് ഉണ്ട്. ഇനി അതല്ലെങ്കിൽ നമുക്ക് വേറെ യൂട്യൂബ് ലൈവ് ഉണ്ട്, വൺ ഷോട്ട് ഉണ്ട്. അപ്പൊ ഒരേ സബ്ജക്റ്റിന്റെ തന്നെ പല ടീച്ചേഴ്സിന്റെ ആസ്പെക്ട് പെട്ടെന്ന് കിട്ടുന്ന സമയത്ത് അത് ഭയങ്കര ബെനിഫിറ്റ് ആയി തോന്നിയിരുന്നു. സോ ശരത്, ഈ പ്രൊഫഷൻ പാഷൻ ഒരു സംഭവം ഉണ്ടല്ലോ. ഇപ്പം ഈ MBBS എന്ന പ്രൊഫഷനിൽ ഇപ്പം അതിലേക്ക് അല്ലെങ്കിൽ അതിന്റെ പഠിത്തത്തിലേക്ക് എത്തിച്ചേർന്നു. ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദ പ്രോമിനന്റ് ആയിട്ട് മെഡിക്കൽ കോളേജിൽ തന്നെയാണ് എത്തിയിട്ടുള്ളത്, കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലാണ്. അപ്പൊ ഈ കോളേജിൽ നിന്ന് കിട്ടുന്ന എക്സ്പോഷറും, സോ ആസ് എ ഡോക്ടർ അല്ലെങ്കിൽ ഇപ്പൊ ഇനി വരാൻ പോകുന്ന എമർജിംഗ് ഡോക്ടർ എന്നുള്ള രീതിയിൽ എന്തൊക്കെയാണ് ശരത്തിന്റെ പ്ലാനുകൾ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വിഷൻ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ബേസിക്കലി ഫ്രെയിം ചെയ്തിട്ടൊന്നുമില്ല വിഷൻ. പക്ഷെ ഒരു നല്ല ഡോക്ടർ ആവാനുള്ള എല്ലാവിധ റിസോഴ്സസുകളും എല്ലാവിധ ഫെസിലിറ്റീസും ഉള്ള ഒരു കോളേജാണ്. കുറെ കോളേജുകളിൽ ഏറ്റവും ബെസ്റ്റ് കോളേജാണ് തോന്നുന്നു കാലിക്കറ്റ് കോളേജ്. ഞങ്ങൾക്ക് ക്ലാസ് സ്റ്റാർട്ട് ആയി ഏതാണ്ട് 1 മന്തിനോട് അടുക്കുന്നു. അപ്പോൾ നമുക്ക് അവിടുത്തെ അതല്ലാണ്ട് തന്നെ ഞങ്ങളുടെ പഠിത്തത്തിന്റെ സബ്ജക്ട്സ് അല്ലാണ്ട് തന്നെ നമുക്ക് അവിടുത്തെ സൂപ്പർ സ്പെഷ്യാലിറ്റി, കാഷ്വാലിറ്റി, കോളേജ് പേഷ്യൻസിനോടുള്ള ഒരു എക്സ്പോഷറൊക്കെ, അതൊക്കെയാണ് ഒരു ഡോക്ടറെ ചെയ്യുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ റിസോഴ്സസുകൾ ഏറ്റവും മാക്സിമം ആണ്. അത് കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ തരത്തിലുള്ള അത്ര റിസോഴ്സസുകൾ ആക്സസിബിൾ ആണ് ഈ കോളേജിൽ. ബാക്കി ഇനി ത്രൂ ദ ജേർണി മാത്രമേ എനിക്ക് അതിനെ പറയാൻ കഴിയുള്ളൂ. ഇപ്പം ഈ ഒരു ഫീൽഡ് ഓൾറെഡി നോക്കിയ ഒരാളായിരിക്കുമല്ലോ. അപ്പൊ എന്തെങ്കിലും നമുക്കിപ്പോ ഫസ്റ്റ് ഇയർ നിൽക്കുന്നത് അനാട്ടമി, ബയോകെമിസ്ട്രി ഒക്കെയാണ്. ഫിസിയോളജി, അനാട്ടമി, ബയോകെമിസ്ട്രി ഏതാണ് ഫേവറേറ്റ്? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പൊ പഠിച്ച ഓൾറെഡി അങ്ങനെ കുറച്ചൊക്കെ അറിയാവുന്ന ഒരാളായിട്ട് ചോദിക്കണേ, അങ്ങനെ എന്തെങ്കിലും ഫേവറേറ്റ് സബ്ജക്ട് ഉണ്ടോ? ഒന്നാമത് നമ്മള് റിപ്പീറ്റ് ജേർണി അതിന് ശേഷം നമ്മളൊരു കോളേജിലോട്ട് എത്തുമ്പോ നമുക്ക് അങ്ങനെ ഒരു കണ്ടിന്യൂസ് സ്ട്രെച്ച് ഒരു പഠിത്തം പറ്റില്ല. പക്ഷെ കൂടുതൽ ഇവിടെ ഒരു 5 hours പ്രാക്ടിക്കൽസ് ആണ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് കംപ്ലീറ്റ്ലി ലെക്ചർ മെത്തേഡ് അങ്ങനെയല്ല. അതുകൊണ്ട് നമുക്ക് കൂടുതലും
ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ബോർഡം ഒരിക്കലും ഫീൽ ചെയ്യില്ല. പിന്നെ സബ്ജക്റ്റിലേക്ക് വരുമ്പോ സബ്ജക്റ്റിലോട്ട് വരുന്ന സമയത്ത് മൂന്നും അത്യാവശ്യം വാസ്റ്റ് ആണ് പഠിക്കാനാണെങ്കിലും. പക്ഷെ ടീച്ചേഴ്സ് ഭയങ്കര ആയിട്ട് അത് ഡീൽ ചെയ്ത് തരും. അതിൽ തന്നെ ഡിസിഷനൊക്കെ നമ്മൾ ചെയ്ത് വരുമ്പോ തന്നെയാണ് നമ്മൾ തന്നെ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു അതിന്റെ ഒരു എക്സൈറ്റ്മെന്റും ഉള്ളതാണ് തോന്നുന്നു. ആ 3 സബ്ജക്റ്റിന്റെയും 3 സബ്ജക്റ്റിന് അതിന്റേതായ ഒരു ഇത് ഉണ്ട്. ടീച്ചേഴ്സ് ഫ്രണ്ട്ലി ആകുന്ന കാര്യം പറഞ്ഞിരുന്നു. മെന്റർ സപ്പോർട്ട് എങ്ങനെയായിരുന്നു? സപ്പോർട്ട് ധന്യാമിസ് ആയിരുന്നു മെന്റർ ആയിട്ടുണ്ടായിരുന്നത്. അപ്പൊ മാമിന് ഓൾറെഡി അറിയായിരുന്നു, ഞാൻ ഗ്യാപ്പുള്ള കാര്യം മാമിന് അറിയായിരുന്നു. പക്ഷെ അതൊന്നും മാം നല്ല രീതിയിൽ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആഴ്ചയിലാണെങ്കിൽ 2 തവണയൊക്കെ വിളിച്ചിട്ട് എങ്ങനെയുണ്ട്, സ്കോറിനേക്കാൾ ഉപരി നമുക്ക് ഈ ഒരു ജേർണിയിൽ കംപ്ലീറ്റ് നിൽക്കാനുള്ള എല്ലാ വിധത്തിലുള്ള മെന്റൽ സപ്പോർട്ടും തന്നിട്ടുണ്ടായിരുന്നു. മാമിനെ ഇതിന് ശേഷം കാണാൻ പറ്റിയിട്ടില്ല. ഉറപ്പായിട്ടും. അപ്പൊ നമുക്ക് ഇനിയിപ്പോ മെട്ടെക് അവാർഡ്സ് ഒക്കെ വരുമല്ലേ, അപ്പൊ നമുക്ക് എന്തായാലും എല്ലാരും തന്നെ മീറ്റ് ചെയ്യാം. സോ ബാക്ക് ടു റിപ്പീറ്റിംഗ് ജേർണി. അപ്പം ഇപ്പൊ റിപ്പീറ്റ് ചെയ്യുന്ന ആ ഒരു സമയത്ത്, ആ ഒരു പീരീഡില് നമ്മൾ ഓൾറെഡി പറഞ്ഞു സൈലം കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്തു, ചൂസ് ചെയ്തു എന്ന് പറഞ്ഞിരുന്നു. ആ ഒരു സമയം ഉണ്ടല്ലോ, അപ്പൊ ഈ ഒരു പീരീഡ് ഉണ്ടല്ലോ, ഏകദേശം 1 വർഷത്തോളം വരുന്ന ആ ഒരു പീരീഡിൽ ഓഫ്കോഴ്സ് പ്രഷർ ഉണ്ടാവും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായി കാണും. അപ്പൊ ഈ ഒരു സമയത്തിന് ശരിക്കും എങ്ങനെയാണ് പ്രോപ്പറായിട്ട്, അല്ലെങ്കിൽ സൈലം എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്തു, എങ്ങനെയാണ് ഈ ഒരു ടൈം കൊണ്ടുപോയത്? എനിക്കത് ബാക്കി സ്റ്റുഡൻസിനേക്കാൾ എനിക്ക് കുറച്ച് കൂടുതൽ എഫേർട്ട് ഇടേണ്ട ഒരു നീഡ് ഉണ്ടായിരുന്നു ഇതില്. പക്ഷെ എനിക്കത് ഏറ്റവും കൂടുതൽ മനസ്സിലായത് എക്സാംസ് നടക്കുന്ന സമയത്താണ്. ലൈക്ക് GABസും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആക്കിയത് എനിക്ക് നീറ്റ് ഈ മൊഡ്യൂൾ എക്സാം നടക്കും. ആഫ്റ്റർ ജനുവരി മൊഡ്യൂൾ എക്സാംസ് ആണ് എന്നെ ഭയങ്കര രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബിക്കോസ് അതിലിടുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിലും ഏതാണ്ട് നീറ്റ് അതെ കുറച്ച് ടഫ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് സ്കോർ കുറവായിരുന്നു, അതിന്റെ എല്ലാ മൊഡ്യൂൾ എക്സാമിലും കുറവായിരുന്നു. പക്ഷെ അതിന് നമുക്കൊരു മിനിമം സ്കോർ എങ്ങനെ നിലനിർത്തി പോവുക. ഇപ്പൊ നമ്മളിപ്പം നമുക്കിപ്പോ ഡെയിലി ക്ലാസ് ഉണ്ടാവില്ല. അപ്പൊ നമുക്കിപ്പോ കുട്ടികളെ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഈ ഡെയിലി ഉള്ള ക്ലാസ്സിന് ശേഷം എങ്ങനെ പഠിക്കാം, ഈ പഠിക്കുന്ന സമയത്തിന് മുമ്പ് പഠിച്ച കാര്യങ്ങൾ എങ്ങനെ റിവൈസ് ചെയ്യാം. അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അപ്പൊ ശരത്ത് ഈ റിവിഷൻ എന്ന് പറഞ്ഞ ഒരു മെത്തേഡ് ശരിക്കും എങ്ങനെയാണ്? ഞാൻ കൂടുതലും റിവൈസ് ചെയ്തത് ഞാൻ വീണ്ടും ആ ചാപ്റ്റർ വായിച്ചിട്ടല്ല റിവൈസ് ചെയ്ത്, ആ ചാപ്റ്ററിന്റെ എക്സാം എഴുതിയിട്ടാണ് റിവൈസ് ചെയ്തത്. കാരണം സൈലിടുന്ന വീക്കിലി എക്സാം ആണെങ്കിലും അതുപോലെ തന്നെ ആ ചാപ്റ്ററിന്റെ എക്സാമിലും A to Z ആ ചാപ്റ്ററിൽ നിന്ന് എന്ത് ചോദിക്കും എന്നുള്ളൊരു സാധനം ഉണ്ടാവും. അപ്പൊ വീണ്ടും ആ ബുക്ക് നോക്കുന്നതിനേക്കാൾ എനിക്ക് കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആയത് ഞാൻ അതിന്റെ മൊഡ്യൂൾ എക്സാം എഴുതും. ആ ചാപ്റ്റർ മൊഡ്യൂൾ എക്സാം എഴുതുന്നതോട് കൂടിയിട്ട് നമുക്ക് അത് വീണ്ടും അത് ക്ലിയർ ആവും. എന്നിട്ട് അതിൽ നമുക്ക് ഏതെങ്കിലും ഒരു ടോപ്പിക് മാത്രം നമുക്ക് വീക്കാണ് തോന്നുകയാണെങ്കിൽ അതിന്റെ മാത്രമായിട്ടുള്ള പേൾ വീഡിയോയോ അതിന്റെ മാത്രം ഒരു വൺ ഷോട്ടോ ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ അത് മാത്രം ഇത് ചെയ്താൽ മതി. അപ്പൊ വീണ്ടും ത്രൂ ടെക്സ്റ്റ് വായിക്കുന്ന ഒരു ചടപ്പ് ഒഴിവാക്കാം. അങ്ങനെയാണ് ഞാൻ ചെയ്തത്. അതിന് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആയത് മൊഡ്യൂൾ എക്സാമിന് ശേഷമുള്ള ഡിസ്കഷൻസ് ഉണ്ടാവും. എക്സാം ഡിസ്കഷൻ ആണ് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആയത്. അപ്പോഴാണ് നമുക്ക് യഥാർത്ഥ മിസ്റ്റേക്ക് എവിടെ വന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അപ്പോ പ്രത്യേകിച്ച് ഫിസിക്സ് കെമിസ്ട്രി സബ്ജക്ട്സുകളിൽ ആ മിസ്റ്റേക്ക് മനസ്സിലാക്കുന്നത് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. കാരണം മിസ്റ്റേക്കുകൾ മാത്രമേ നമ്മൾ ഓർക്കുള്ളൂ. വീണ്ടും ടെക്സ്റ്റ് ബുക്ക് വായിച്ചെന്ന് വെച്ചാൽ ചിലപ്പോ ആ കണ്ടന്റ് ചിലപ്പോൾ നമ്മൾ വീണ്ടും മറന്നു പോകും. പക്ഷെ ആ ക്വസ്റ്റ്യൻ ആ മൊഡ്യൂൾ എക്സാം വീണ്ടും ആ ഒരു ടൈം ലിമിറ്റിനുള്ളിൽ നമ്മൾ വീണ്ടും എഴുതുന്ന സമയത്ത് നമുക്ക് ചിലപ്പോ കുറച്ച് ക്വസ്റ്റ്യൻസ് ടഫ് ആയിരിക്കും. പക്ഷെ ആ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യണോ എന്ന് മനസ്സിലാക്കുന്നതും മൊഡ്യൂൾ എക്സാമിൽ കൂടെ തന്നെയാണ്. കുറച്ച് ടഫ് ആണ്, എനിക്കൊക്കെ അങ്ങനെ ടഫ് തോന്നിയ ക്വസ്റ്റ്യൻസ് ഞാൻ അപ്പൊ സ്കിപ്പ് ചെയ്തിട്ട് ടൈം ലാഭിച്ചു. അതെ, ടൈം ലാഭിച്ചു. അപ്പൊ അങ്ങനെ വീണ്ടും ക്വസ്റ്റ്യൻസിലൂടെ കൺസെപ്റ്റ് ബേസിക് ഒരു കൺസെപ്റ്റ് ക്ലാസ് കണ്ടിട്ട് ക്ലിയർ ആക്കിയതിനു ശേഷം ക്വസ്റ്റ്യൻസിലൂടെ ഇത് ചാവുമ്പോ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ബെറ്റർ സ്കോറിലോട്ട് എനിക്ക് എത്താൻ പറ്റിയെന്നുണ്ടെങ്കിൽ അത് ഏതൊരു കുട്ടിക്കും എത്താൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഇപ്പൊ നമ്മളിപ്പം ഓൾറെഡി നമ്മൾ GIBC കണ്ടക്ട് ചെയ്തിട്ടാണല്ലോ നിങ്ങളുടെ പരീക്ഷ എഴുതാനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് ശരത്ത് പാലക്കാട് നിന്ന് എഴുതിയെന്നല്ലേ ഓഫ്ലൈൻ ആയിട്ട്? അപ്പൊ ഇപ്പൊ ഈ ഓരോ ഓഫ്ലൈൻ എക്സാം എഴുതിക്കൊണ്ടിരുന്ന സമയത്തുള്ള എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? കാരണം ഇത്രയും ടോപ്പിക്, കുഞ്ഞു ടോപ്പിക്കുകൾ വെച്ച് പിന്നെ വലിയ ടോപ്പിക്കുകളായി അങ്ങനെയുള്ള പരീക്ഷ എഴുതുക, അതെങ്ങനെ ഉണ്ടായിരുന്നു? GIBC മന്ത്ലി GIBC എല്ലാം അറ്റൻഡ് ചെയ്യായിരുന്നു. അത് ലാസ്റ്റ് നീറ്റ് മോഡൽ വരെയും. സപ്പോസ് കഴിഞ്ഞ എക്സാമിന് മാർക്ക് കുറവായതുകൊണ്ട് ഈ എക്സാം എഴുതില്ല എന്നുള്ള പ്ലാൻ ചെയ്തിട്ടില്ലല്ലോ. ചാപ്റ്റർ പഠിക്കാണ്ട പോലും ആ എക്സാം എഴുതിയിട്ടുണ്ട്. അപ്പൊ ചാപ്റ്റർ പഠിക്കാണ്ട് എക്സാം എഴുതുകയും അത് അതിന്റെ ഡിസ്കഷൻ കാണുകയും ചെയ്താൽ തന്നെ ചിലപ്പോൾ നമ്മൾ ഇൻ കേസ് ആ ചാപ്റ്റർ പഠിച്ചില്ലേ പോലും നമുക്ക് അതിൽ നിന്ന് വരാവുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ഏതാണ്ട് ചെയ്യാൻ പറ്റും. പിന്നെ നീറ്റിന്റെ അതേ ആംബിയൻസിലാണ് ഓഫ്ലൈൻ ആയിട്ട് എക്സാം നടക്കുന്നത്. പ്ലാനിങ് നടത്തിയിട്ടുണ്ട്. അതെ. അപ്പൊ ഓൺലൈനിൽ പെട്ടെന്ന് ഞാൻ ഓൺലൈൻ കമ്പ്യൂട്ടറിൽ എക്സാം ചെയ്തിട്ട് പെട്ടെന്ന് യഥാർത്ഥ എക്സാം ഓഫ്ലൈൻ ആണല്ലോ.
അപ്പോ GABക്ക് ഓഫ്ലൈനിലായിട്ട് പോയി എഴുതുന്നത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. പ്രത്യേകിച്ച് നമ്മൾ ചിലപ്പോൾ വീട്ടിലിരുന്ന് ഓൺലൈനിൽ ശരിയാക്കുന്ന പല ക്വസ്റ്റ്യൻസും നേരെ GABയിൽ ഓഫ്ലൈനിൽ പോയിട്ട് തെറ്റിക്കാം. അപ്പോ ഈവൻ ഓൺലൈൻ പഠിക്കുന്ന ആളാണെങ്കിൽ പോലും ഓഫ്ലൈൻ GAB എക്സാം മിക്സ് ആക്കാതെ എഴുതുക. പിന്നെ ചാപ്റ്റർ പഠിച്ചോ സ്കോർ കുറഞ്ഞോ എന്നുള്ളത് ഒരു മാറ്റർ അല്ല, ആ എക്സാം എഴുതുക എന്നുള്ളതാണ് അൾട്ടിമേറ്റ്. അതിന് ശേഷമുള്ള എക്സാമില് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണല്ലോ. പിന്നെ അത് റിവൈസ് ചെയ്യും. അതെ, തെറ്റിയത് കൊണ്ട് ഞാൻ ഇതിന്റെ ഡിസ്കഷൻ ഞാൻ ഒന്നുകൂടി ഒന്ന് കാണുമായിരുന്നു. അപ്പൊ നമുക്ക് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണോ നമുക്ക് ഒരു ഏത് ടോപ്പിക്കലാണോ നമ്മൾ വീക്ക് എന്നുണ്ടെങ്കിൽ ആ ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻസ് മാത്രം നമ്മുടെ മെറ്റീരിയൽസിലെ ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ മെറ്റീരിയൽസ് മാത്രമാണ് ഞാൻ നോക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ആസ് എൻ ഓൺലൈൻ സ്റ്റുഡന്റ് ഒരു ഡേ എങ്ങനെയായിരുന്നു? ഇപ്പം കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ആക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു ദിവസം എങ്ങനെ പ്രൊഡക്റ്റീവ് ആയിട്ട് കൊണ്ടുപോകാന്നുള്ളതൊക്കെ ആയിരിക്കും. ചിലപ്പോൾ അതിൽ ബ്രേക്സ് ഉണ്ടാവാം, അതിന് ശേഷമുള്ള പഠിത്തം ഉണ്ടാവാം. അപ്പം ആസ് എ ഹോൾ ഒരു ഡേയിൽ എന്തൊക്കെയായിരുന്നു പരിപാടീസ് ഒരു പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത്, റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത്? ആക്ച്വലി ഞാൻ കുറച്ച് അധികം ബ്രേക്ക് എടുക്കുന്ന ആളായിരുന്നു. പിന്നെ ഓൺലൈൻ ആയതുകൊണ്ട് നമുക്ക് നമ്മുടെ കംഫർട്ടിനനുസരിച്ചിട്ട് ബ്രേക്ക് എടുക്കാം. പക്ഷെ എത്രയൊക്കെ ബ്രേക്ക് എടുത്താലും നമ്മൾ തിരിച്ചു വീണ്ടും നമ്മുടെ ട്രാക്കിലോട്ട് തന്നെ വരണം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പേസ് നഷ്ടമാവും. പിന്നെ രാവിലെ ആണെന്നുണ്ടെങ്കിൽ ഒരു 9 മുതൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ക്ലാസ്സസ് മാക്സിമം ലൈവായിട്ട് തന്നെ കണ്ടു തീർക്കലാണ് നല്ലത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്ക്ലോഗ് വന്നാൽ അത് പിന്നീട് അത് കവർ ചെയ്യാൻ കുറച്ച് പണിയാവും. അപ്പൊ ലൈവ് മാക്സിമം കണ്ടു തീർക്കുക. ഇൻ കേസ് അന്ന് പഠിച്ചില്ലെങ്കിൽ പോലും ലൈവ് കണ്ടു തീർക്കുക. അപ്പൊ എല്ലാ ദിവസവും കുറെ ടൈമിൽ അറ്റപ്പെട്ട് എന്തായാലും പഠിക്കാൻ പറ്റില്ല. എസ്പെഷ്യലി ഒരു ഓൺലൈൻ സ്റ്റുഡന്റിന് എന്തായാലും പറ്റില്ല. അപ്പൊ ഞാൻ നന്നായിട്ട് ബ്രേക്ക് എടുക്കുന്ന ആളായിരുന്നു. പക്ഷെ നമ്മൾ ഒരു ദിവസം അത്ര പഠിക്കാൻ പറ്റില്ലെങ്കിൽ ഓക്കെ, ചിലപ്പോ ബ്രേക്ക് എടുക്കുന്നതായിരിക്കും. അതെ, ഇൻ ബിറ്റ്വീനും അതുപോലെ തന്നെ ഈവനിങ് ക്ലാസ് കഴിഞ്ഞെന്ന് വെച്ചാൽ എക്സ്ട്രാ വേറെ എന്തെങ്കിലും ഒരു എന്റർടൈൻമെന്റിലോട്ട് പോകുന്നത് നല്ലതായിരിക്കും. അത് സപ്പോസ് നമ്മളത് എടുക്കാണ്ട് പഠിച്ചാൽ ചിലപ്പോൾ നമ്മളുടെ ആ ഒരു പേസ് കുറയേ ചെയ്യുള്ളൂ തോന്നുന്നു. എനിക്ക് അങ്ങനെയായിരുന്നു. അപ്പൊ ഞാൻ അങ്ങനെ ബ്രേക്ക് എടുത്തതിന് ശേഷം വീണ്ടും ട്രാക്കിലോട്ട് വരുമ്പോൾ നമുക്ക് കൂടുതൽ പ്രൊഡക്റ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ക്ലാസ് കണ്ടതിന് ശേഷം സ്റ്റഡി മെറ്റീരിയൽസ് റെഫർ ചെയ്യും. എങ്ങനെ? അത് ക്ലാസിന്റെ ഒപ്പം തന്നെ സ്റ്റഡി മെറ്റീരിയൽസ് നമ്മൾ ടേബിളിൽ വെക്കുന്നതാണ് നല്ലത്. അപ്പോ നമുക്ക് ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ ഇത് അതിലുണ്ട് എന്നുള്ളൊരു ഇത് നമുക്ക് കിട്ടും, എവിടെ വായിക്കണം എന്നുള്ളൊരു ഇത് കിട്ടും. മറ്റേ നമ്മൾ കംപ്ലീറ്റ്ലി സ്ലൈഡ് മാത്രം നോക്കുന്നതായിരിക്കും, പോയിന്റ് ചെയ്ത് വെക്കുന്നത് ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ നമ്മുടെ മൈൻഡ് മാപ്പ് ആണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ഇതില് ആപ്പിൽ തന്നെ ടെക്സ്റ്റ് ബുക്ക് അണ്ടർലൈൻ ഹൈലൈറ്റ്സ് ഉണ്ട്. അതെ, ടെക്സ്റ്റ് ബുക്ക് വരെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ പണി പോലും നമുക്കില്ല, സ്റ്റുഡൻസിനില്ല. ടെക്സ്റ്റ് ബുക്ക് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ഫിസിക്സ് ഒക്കെ ഇതിപ്പോ എന്ത് വായിക്കണം, കെമിസ്ട്രി ഇതിൽ എന്ത് വായിക്കണം എന്ന് അറിയാത്ത ഒരു സിറ്റുവേഷൻ. എനിക്കാണെങ്കിൽ ആ ലാംഗ്വേജിലോട്ട് ഞാൻ വീണ്ടും പോകുന്ന സമയത്ത് ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ അതിൽ ഏതൊക്കെ വായിക്കണം എന്നുള്ളത് വരെ സൈലത്തിന്റെ ഇതിലുണ്ടായിരുന്നു. NCERT നോക്കുന്നുണ്ടായിരുന്നു. അതെ, NCERTക്ക് ഒന്നാമത് കംപ്ലീറ്റ്ലി NCERT ബേസ്ഡ് ആണ് നീറ്റ്. അപ്പൊ എന്തായാലും ഔട്ട് ഓഫ് NCERT ചോദിക്കാവുന്ന മാക്സിമം ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നതായിരിക്കും നല്ലത് തോന്നുന്നു. നമ്മൾ വല്ലാണ്ട് ഹൈ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്താൽ പാറ്റേൺ മനസ്സിലാക്കി പഠിക്കാന്നുള്ളതാണ്. ഹൈ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്താൽ ചിലപ്പോൾ ഏറ്റവും സിമ്പിൾ ആയത് ചിലപ്പോൾ നമ്മുടെ ഏതാണെങ്കിലും നമുക്ക് 4 മാർക്കേ കിട്ടുള്ളൂ. അപ്പോ ഇതിൽ എത്രത്തോളം മാക്സിമം ഇതിൽ നിന്ന് ചോദിക്കാൻ പറ്റും എന്നുള്ളത് സൈലത്തിന്റെ എല്ലാ എക്സാമ്പിളിൽ നിന്നും നമുക്ക് മനസ്സിലാവും. അപ്പൊ അത് പിന്നെ സൈലത്തിന്റെ ലെവൽ 3 മെറ്റീരിയൽസിലെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതോട് കൂടി നമ്മളിപ്പം നിങ്ങളുടെ റെഗുലർ ധീര ബാച്ച് കഴിയുമല്ലോ, അതിനുശേഷം പിന്നെ XPL എൻഡ് ഗെയിം ഉണ്ടാവുമല്ലോ. അപ്പൊ ആ ഒരു പ്രോസസ് എങ്ങനെയായിരുന്നു? റിവിഷൻ XPL എൻഡ് ഗെയിം വരുന്ന സമയത്ത് നമുക്ക് ഒരു ബേസുള്ള ചാപ്റ്റർ ആണെങ്കിൽ പിന്നീട് അത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു സമയം വീണ്ടും അത് കാണേണ്ട ഒരു ആവശ്യം ഉണ്ടാവില്ല. അപ്പൊ പക്ഷെ നമുക്ക് തീരെ ബേസില്ലാത്തൊരു ചാപ്റ്റർ ആണെങ്കിൽ നമുക്ക് വളരെ ഷോർട്ട് സ്പാൻ കൊണ്ട് നമുക്കത് കണ്ടു തീർക്കാൻ പറ്റും. ഇപ്പൊ നമുക്ക് എത്രയൊക്കെ ബേസ് ഉണ്ടെങ്കിലും ചില ചാപ്റ്റേഴ്സ് വീണ്ടും വീണ്ടും കാണേണ്ട നീഡ് ഉണ്ടാവും. അപ്പൊ നമുക്ക് എൻ ഗെയിം ആണെങ്കിലും എക്സ്പീരിയൻസ് ആണെങ്കിലും പറ്റും. പക്ഷെ നമുക്ക് അത്യാവശ്യം ഒരു ബേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ വീണ്ടും ക്ലാസ് കാണുന്നതിനേക്കാൾ നല്ലതാണ് അതിന്റെ എക്സാം എഴുതുന്നതായിരിക്കും. എന്നിട്ട് അതില് ഏതാ ടൈം സേവ് ചെയ്യാം. അപ്പൊ എന്നിട്ട് ആ എക്സാമിൽ എവിടെയാണോ നമുക്ക് പറ്റിയെങ്കിൽ അത് വീഴ്ച പറ്റിയെങ്കിൽ അത് ഈ XPL വേണമെങ്കിൽ ഒരു ഏത് ഭാഗത്താണെന്നുള്ളത് കാണിരിക്കും. കുറെ ക്ലാസ് തോന്നുന്നു വളരെ വാല്യുബിൾ ആയിട്ടുള്ള കുറെ കാര്യങ്ങളാണ് ശരത് പറഞ്ഞത്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഇപ്പൊ ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം അത്യാവശ്യം നല്ലൊരു ഗ്യാപ്പ് എന്ന് വന്ന് പിന്നെ സ്റ്റാർട്ട് ഓവർ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അപ്പൊ ഇത്രയും ശരത്ത് എക്സ്പ്ലെയിൻ ചെയ്തതും ആ സ്റ്റാർട്ട് ഓവർ ചെയ്ത പ്രോസസ്സും അത് കണ്ടിന്യൂ ചെയ്തൊരു പ്രോസസ്സ് വരണം. അപ്പൊ അത് കുറെയൊക്കെ നമുക്ക് ഇവർക്കാണെങ്കിലും യൂസ്ഫുൾ ആക്കാൻ പറ്റും തന്നെയാണല്ലോ വിശ്വാസം. അപ്പൊ ഇതൊക്കെയാണ് ശരത്തിന്റെ സ്റ്റോറി. ഞാൻ ഇൻസ്പയർ ആണെന്ന് പറയാനുള്ള റീസൺ അതൊക്കെ തന്നെ ആയിരുന്നു. അപ്പം ഇനിയിപ്പം ശരത്ത് MBBS സ്റ്റാർട്ട് ചെയ്യുകയാണ്.
പതുക്കെ 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 നെക്സ്റ്റ് ഒരു ഫേസിലേക്ക് പോകാൻ പോവുകയാണ്. അപ്പം അതിന് എല്ലാവിധ ഓൾ ദ വെരി ബെസ്റ്റ് വിഷസ്. ശരത്തിന് നിങ്ങളോട് എന്താ പറയണമെന്ന് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ഇനിയിപ്പോ ഇവര് ഈ പറഞ്ഞ ഇതേ ഫേസിലൂടെ നീറ്റിന്റെ എക്സാം അറിയാലോ. ഇപ്പൊ നിങ്ങളുടെ കഴിഞ്ഞ നീറ്റ് എന്ന് പറയുമ്പോൾ വല്ലാത്തൊരു ജേർണി തന്നെ ആയിരുന്നു. അപ്പൊ ഇനി 2025 വരുമ്പം ഇവര് എന്തൊക്കെ കരുതിയിരിക്കണം, എന്തെങ്കിലും ചെറിയ ചെറിയ നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ കൊടുക്കാം. എനിക്ക് അങ്ങനെ കൂടുതൽ വാല്യുബിൾ ആയിട്ട് എന്റെ എക്സ്പീരിയൻസ് എന്ന് എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാല്, നമുക്ക് ഈ ഒരു ജേർണിയിൽ കംപ്ലീറ്റ്ലി നമ്മുടെ മാക്സിമം ഇടാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ഇടുക. നമുക്ക് പരീക്ഷ കഴിഞ്ഞതിന് ശേഷം ഓക്കെ ഒരു 5% കൂടി നമുക്ക് ഇതിൽ ഇടാമായിരുന്നു എന്ന് തോന്നുന്നതിനേക്കാൾ അതിനു മുന്നേ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്യാം. പിന്നെ ഔട്ട്കം എന്തായിരിക്കും എന്ന് ആലോചിച്ച് വെറുതെ ടെൻഷൻ അടിച്ചത് കൊണ്ട് നമുക്ക് ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഔട്ട്കം എന്ത് തന്നെ ആയാലും നമ്മളത് അക്സെപ്റ്റ് ചെയ്യുക. പക്ഷെ അതിന് മുന്നുള്ള ഒരു ടൈം നമ്മൾ മാക്സിമം ബ്രേക്ക് ഒക്കെ എടുത്ത് നമ്മൾ മാക്സിമം ഹാപ്പി ആയിട്ട് അത് പഠിക്കുക. മാക്സിമം ഹാപ്പി ആയിട്ട് എല്ലാം ഡീൽ ചെയ്തിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും മുന്നോട്ട് പോട്ടെ. ഇത്രയൊരു ഗ്യാപ്പിന് ശേഷം എനിക്കൊരു സ്കോർ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഓൾറെഡി +2 ഒക്കെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് വളരെ പുഷ്പം പോലെ നേടാവുന്നതേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.